എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി എല്ലാവരും തകർത്തു വെച്ച് പഠിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറയുന്ന ഒരുപാട് പോയിന്റ്സിൽ, ഒരുപാടൊന്നുമില്ല, 5 പോയിന്റ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? അത് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല, റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യുക. നമുക്ക് നോക്കാം ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ രാവിലെ തൊട്ട് രാത്രി വരെ കുത്തിയിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ നല്ലൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മറ്റൊരാളുടെ അത്ര പോലും പുള്ളി എന്ത് ചെയ്യുന്നില്ല, സമയം ചെലവഴിക്കുന്നില്ല. പക്ഷേ ആ സ്ട്രാറ്റജി പുള്ളിക്ക് എന്ത് കൊടുക്കും, റിസൾട്ട് കൊടുക്കും. ഇനി മറ്റൊരാളാണെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ പഠിക്കുന്നു, പക്ഷെ റാങ്ക് ലിസ്റ്റിന്റെ 7 അയലത്ത് പോലും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ അങ്ങനെ ഒരാളാണോ? നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ലാസ്റ്റ് ഡേറ്റ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു സാധനം പോലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ മിസ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ആദ്യം കാണുന്നത് ഒരു നോർമൽ ഓർഡിനറി ഗേളിനെയാണ്. ഫസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്നത്, പോയിന്റ് ചെയ്തേക്കുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി. പക്ഷേ ചെറിയൊരു എഫേർട്ട് കൊടുത്തുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ്സ്മാൻ ആയിട്ട് മാറുന്നു. ഗ്രൂപ്പ് ഡിയിലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് പോയിന്റ്സ്മാൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഭാവിയിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഇവരെ പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉള്ള പോയിന്റ്സ്മാൻ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നിന്ന് ഈ യാത്രയിലേക്കുള്ള, അല്ലെങ്കിൽ ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോട്ടോയിൽ നിന്ന് വൈയിലേക്കുള്ള യാത്ര എന്താണെന്ന്, എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മനസ്സിലാക്കാം. എങ്ങനെ എഫേർട്ട് കൊടുത്താൽ ഇവിടെ നിന്ന് ആസ് എൻ ഓർഡിനറി ഗേൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു ജോലിയുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറുന്നു. ആൻ ഓർഡിനറി ഗേൾ ടു എ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി. എന്താണ് ഈ കുട്ടി ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് 3 കാര്യങ്ങളാണ് നമുക്ക് ഉറപ്പിക്കാനുള്ളത്. 1 സ്ട്രാറ്റജിയാണ്, 2 പ്രിപ്പറേഷനാണ്, 3 മോട്ടിവേഷനാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ തിരിച്ചാണ്, പ്രിപ്പറേഷനാണ് ഫസ്റ്റ് വരുന്നത്, രണ്ടാമത് സ്ട്രാറ്റജി, പിന്നെ മോട്ടിവേഷൻ. ഓക്കെ, പക്ഷേ ആദ്യം നമ്മൾ സ്ട്രാറ്റജി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പിടിക്കണം. അതായത് എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സ്ട്രാറ്റജി, അത് മനസ്സിലാക്കുക. അതിൽ മാത്രം എന്ത് കൊടുക്കുക, എഫേർട്ട് കൊടുക്കുക. നമ്മുടെ ബഗ്ഗുകൾ എല്ലാം നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഫിക്സ് ചെയ്യുക. എൻ്റെ കുറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഞാനൊന്ന് ഫിക്സ് ചെയ്യുക. ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് റിസൾട്ട് എന്നൊരു സാധനം നമുക്ക് കിട്ടിയിരിക്കും. സോ എന്താണ് ആ ഒരു സ്ട്രാറ്റജി, നമുക്ക് നോക്കാം. ഓക്കെ, സോ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അത് ആ സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോടാം, 4ഉം 5ഉം വർഷം കൊണ്ട് ഒരു PSCക്കും SSCക്കൊക്കെ വേണ്ടിയിരുന്ന് പഠിക്കും, റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല. ചില ആൾക്കാർ ഒരു 6 മാസം പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യും, സർവീസിലേക്ക് ഇറങ്ങി പോകും. എന്താണ് ഇവർ ചെയ്യുന്നതിലുള്ള വ്യത്യാസം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് നോക്കുക, ഇതെപ്പോഴും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് എക്സാം എന്ന്. ഫസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം, എക്സാം എന്താണ്, എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റാണ്, ഇപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം. നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി ഇനി അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നവരാണെന്ന് സങ്കല്പിച്ചു, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു PSC എടുക്കുകയാണ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ വരും, ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വരും. 2026 അതിൻ്റെ പ്രിലിംസ്, മെയിൻസ് എക്സാം നടക്കും. 2027 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിന് 2030 വരെ കാലാവധിയുണ്ട്. 2027 ടു 2030 എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, PSCയുടെ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സർവീസിൽ കയറാൻ പോകുന്ന വർഷം 2028, 29, 30 ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സർവീസിലേക്ക് കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, വർഷം ഇപ്പോൾ 2025 ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ ജോലിക്ക് കയറുന്ന വർഷം 2028, 29, 30, അതായത് 5 വർഷം കഴിയുന്ന പോക്കാണ്. എന്നാൽ ഈ ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. സോ ചിന്തിക്കുക, എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി വേണമോ, അതോ വർഷങ്ങൾ കഴിഞ്ഞൊരു ജോലി മതിയോ? ഇനി സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുകയാണെങ്കിൽ, ഇപ്പോൾ 8th പേ കമ്മീഷൻ വരാൻ പോവുകയാണ്. 2026 8th പേ കമ്മീഷൻ വരും. അപ്പോൾ 8th പേ കമ്മീഷൻ വരുമ്പോൾ ആസ് എ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറീസ്, ഫസ്റ്റ് മന്ത് തൊട്ടുള്ള സാലറി ഏറ്റവും ചുരുങ്ങിയത് 40,000 പ്ലസ് സാലറി നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് 40,000 പ്ലസ് സാലറി.
അവിടെ മനസ്സിലാക്കുക, ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുമ്പോഴാണ് ഇത്രയും സാലറി വരുന്നത്. അതായത് LGS പോസ്റ്റിലേക്ക്, ലെവൽ 1 പോസ്റ്റിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ സാലറി 40,000+ ആണ്. ഇവിടെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, കേരള PSL ഏറ്റവും മികച്ച ഒരു ഗ്ലാമർ പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടുന്ന സാലറി എത്രയാണെന്നറിയോ? കയ്യിലെല്ലാം പോയിട്ട് ഒരു 36,000 രൂപ കയ്യിൽ കിട്ടും. 39 സാലറി വരുന്നത്. കയ്യിലെല്ലാം പോയിട്ട് ഒരു 36,000 രൂപ എല്ലാം പോയിട്ട് കയ്യിൽ കിട്ടും. അപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെക്കാളും മികച്ച സാലറിയോടുകൂടി നമുക്ക് ഈ വർഷം അവസാനം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്ലേസ്ഡ് ആവാനായിട്ട് പറ്റും. ഇതാണ് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. 2, നിങ്ങൾ ഒരു PSC എക്സാം എഴുതി പ്രൊമോഷൻ കിട്ടി പോകാനായിട്ട് ഒരു LDയിൽ നിന്ന് UDയിലേക്ക് മാറാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 8-10 വർഷങ്ങളെടുക്കും. പക്ഷേ ഇവിടെ നമുക്ക് സ്കില്ലുണ്ട്, നിങ്ങൾക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ BTech ആണ്, ഡിപ്ലോമയാണ്, നിങ്ങൾ ഡിഗ്രി ഹോൾഡറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ കയറുന്ന അന്ന് തൊട്ടുള്ള പ്രൊമോഷൻ ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനിൽ കയറിയ ആൾക്കാരൊക്കെ, എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ, അവരിപ്പോൾ ജൂനിയർ എഞ്ചിനീയറായിട്ട് എന്ത് ചെയ്തു? പ്രൊമോഷൻ കിട്ടി മേളിലോട്ട് പോയ ആൾക്കാരാണ്. കാര്യം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്രൊമോഷൻ ടെസ്റ്റും ബാക്കിയെല്ലാം എഴുതാൻ പറ്റുന്നു. ഇവൻ നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? NTPCയിലേക്ക് ലെവൽ 2, ലെവൽ 3യിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊമോഷൻ കിട്ടി പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, എന്താണ് ഈ എക്സാം എനിക്ക് തരുന്ന സെക്യൂരിറ്റി, എന്താണ് എനിക്ക് തരുന്ന ഉറപ്പ്, എന്താണ്? ഒന്ന്, ഈ വർഷം അവസാനം എനിക്ക് ജോലി കിട്ടും. ഈ വർഷം അവസാനം ഞാൻ ആരായി? ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയി മാറി. ഒന്നാമത്തെ പ്രത്യേകത. 2, ഏറ്റവും മികച്ച സാലറിയാണ്. അതായത് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെക്കാളും മികച്ച സാലറിയാണ് നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. 3ാമത്തെ പ്രത്യേകത, പ്രൊമോഷൻ ചാൻസും ബാക്കിയെല്ലാം വളരെ കൂടുതലാണ്. 4ാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ പെൻഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ പെൻഷൻ വരുന്നത്, റെയിൽവേയിൽ പെൻഷൻ വരുന്നത് UPS ആണ്, യൂണിഫൈഡ് പെൻഷൻ സ്കീമാണ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സർവീസിൻ്റെ അവസാനത്തെ 6 മാസത്തെ ശമ്പളത്തിൻ്റെ ആവറേജിൻ്റെ പകുതിയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? നിങ്ങൾക്ക് പെൻഷനായിട്ട് കിട്ടുന്നത്. എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ സപ്പോസ് സങ്കല്പിച്ചേക്കോ, ഓക്കെ, ഒരാൾക്കൊരു 30 വയസ്സായെന്ന് സങ്കല്പിച്ചോ, അയാൾക്ക് 60 വയസ്സ് വരെ സർവീസിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഒരു 30 വർഷം പുറകിലേക്ക് പോയാൽ ഒരു റെയിൽവേയിലെ ബേസിക് പേ, അപ്പോൾ 1995 ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 500 രൂപ, 400 രൂപ, ആ റേഞ്ചൊക്കെ ആയിരിക്കും ബേസിക് പേ വരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ എത്രയിലോട്ട് മാറി? അവിടെ നിന്ന് ഇപ്പോൾ ഈ 8th പേ കമ്മീഷൻ വരുമ്പോൾ 30,000+ മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 60 മടങ്ങാണ് സാലറി എന്ത് ചെയ്തേക്കുന്നത്? കൂടിയേക്കുന്നത്. അതായത് 500-ൽ നിന്ന് 30,000. അപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 30 വർഷം ഞാൻ അഡ്വാൻസ്ഡ് പോയാൽ അവിടെ സാലറി എത്രയായിരിക്കും? വളരെ, എനിക്ക് തോന്നുന്നു ലക്ഷങ്ങൾ എന്ന് വെച്ചാൽ 1 ലക്ഷം 2 ലക്ഷം ഒന്നും ആയിരിക്കത്തില്ല. ഞാൻ എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല, ചിലപ്പോൾ എന്താ തെറ്റായിരിക്കും. എന്നാലും അത്രയും എമൗണ്ടിന് അന്ന് ജീവിത ചെലവും ബാക്കിയെല്ലാം എന്ത് ചെയ്യാം? കൂടാം. പക്ഷേ അത്രയും എമൗണ്ടിൻ്റെ പകുതി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പെൻഷനായിട്ട് നമുക്ക് കിട്ടും. മാത്രമല്ല നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഫുള്ളുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം റെയിൽവേ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയാലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. മനസ്സിലായി? അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 3 മാസം, ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്ന എപ്പോഴാണ്? ജൂൺ ജൂലൈയിലാണ് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മെയ് ജൂൺ, ഓക്കെ. അപ്പോൾ ഒരു 3 മാസം ഒന്ന് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗോളിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ മെനഞ്ഞാന്ന് NTPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ, റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മാരത്തോൺ നമ്മൾ കണ്ടക്ട് ചെയ്തായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതിനകത്ത് മാത്സ്, റീസണിങ് എഫേർട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ GK എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊന്ന് പഠിച്ചാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഫുള്ള് വരുന്നത്. സമയമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മാത്സ്, റീസണിങ്ങും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ സമയത്തിനകത്ത് നമുക്ക് എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? തീർക്കാൻ പറ്റണം. അത്രയേ ഉള്ളൂ. സോ സമയമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ പഠിച്ചാൽ നമുക്ക് റിസൾട്ട് എന്താണ്? ഉറപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ കുഞ്ഞിലേ മുതൽ, അതായത് LKG, UKG 1, 2, 3, 4, 5, 6, 7, 8, 9, 10, +1, +2, പിന്നെ അത് കഴിഞ്ഞ ഡിഗ്രി. ഏതാണ്ട് എത്ര വർഷമാണ്? 14, 3, 17 വർഷങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച ആൾക്കാരാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സ്കൂളിലും കോളേജിലും ഇത്രയും വർഷങ്ങൾ പഠിച്ചത്? എനിക്ക് വലുതാകുമ്പോൾ എന്ത് ചെയ്യണം? നല്ലൊരു ജോലി കിട്ടണം, അല്ലേ? അതിന് വേണ്ടിയിട്ടല്ല ഇത്രയും വർഷങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചത്. വലുതാകുമ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഇത്രയും വർഷങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചായിരുന്നു. എന്തിനു നല്ലൊരു ജോലി കിട്ടിയോ? ഇല്ല. അപ്പോൾ ഒരാവശ്യത്തിനുമല്ലാതെ ഇത്രയും വർഷങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയുടെ എഫേർട്ട് ഇവിടെ കൊടുത്താൽ മതി. 3 മാസം കൊടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് നമുക്ക് മാറാം. അഥവാ ഒരു 3 മാസമൊക്കെ ഞാൻ ഉഴപ്പുന്നു, ലാസ്റ്റ് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്? വീണ്ടും നമ്മൾ കഥ വീണ്ടും റിട്ടേൺ ആയിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കി.
ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട്. ഒരു 30 വയസ്സിനൊക്കെ ശേഷം ഒരു 30 വയസ്സിനൊക്കെ ശേഷം നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു. 30 വയസ്സിന് ശേഷം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് ഒരു ജോലി ആയിട്ടില്ല. അപ്പോൾ എത്ര പേർക്ക് അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും? ആലോചിച്ച് ഇത്രയും വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങളോട് ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എടാ നീ സുഖമായിരിക്കുകയാണോ, സന്തോഷമായിട്ടിരിക്കുകയാണോ? ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ആ കൊള്ളാം, കുറേ കാലേ കണ്ടിട്ട് സുഖമാണോടാ, സന്തോഷമാണോ? ഒന്നുമല്ല. ഫസ്റ്റ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നറിയാമോ? എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറുപടി കൊടുക്കാനായിട്ട് പറ്റും. ഈ 3 മാസം ഒന്ന് മാറ്റി വെച്ചാൽ. അപ്പോൾ മറ്റേ ട്രാഫിക് സിനിമയിൽ പറയുന്ന പോലെ നിങ്ങൾ 3 മാസം മാറ്റി വെച്ചില്ലെങ്കിൽ ഇവിടെ ഒരു ഭൂമി എന്ത് ചെയ്യുന്നില്ല, കറങ്ങാതിരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു 3 മാസം മാറ്റി വെച്ചാൽ നിങ്ങളുടെ ലൈഫ് മറ്റൊരു തലത്തിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടങ്ങ് മാറും. മറ്റൊരു തലത്തിലേക്ക് അങ്ങ് എന്ത് ചെയ്യും, കൊണ്ടങ്ങ് പോകും. ഓക്കെ, ഇതാണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഫസ്റ്റ് കാര്യം. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് എക്സാം പാറ്റേൺ എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തതുകൊണ്ടെങ്കിൽ ഞാൻ പറയാണ്. 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും സെലക്ഷൻ നടക്കുന്നത്. ഒരു CBT ബേസ്ഡ് എക്സാം ഉണ്ടാകും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും, അത് കഴിഞ്ഞ് മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. സോ CBT എക്സാമിൻ്റെ പ്രത്യേകത ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അതായത് ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരേ ഒരു എക്സാം മാത്രം എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജോലിയിലേക്ക് നടന്നു കയറാൻ പറ്റും. ഒറ്റ എക്സാം മാത്രം. അവിടെ എങ്ങനെയാണ് സിലബസ് വരുന്നത്? സയൻസ് വന്നിട്ട് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കാണ്. 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫുൾ വരുന്നത്. മാത്സ് ആണെങ്കിലോ 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. റീസണിങ് വന്നിട്ട് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ്. സയൻസ് അത് കഴിഞ്ഞ് GK പാർട്ട് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. GK 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഇത്രയാണ് നമ്മുടെ എക്സാമിൻ്റെ സിലബസ് വരുന്നത്. അതിനകത്ത് മാത്സ്, റീസണിങ് 30ഉം 25ഉം 55 മാർക്ക്. സയൻസും GKയും കൂടെ ചേർത്തിട്ട് 45 മാർക്ക്. അപ്പോൾ ഇത്രയാണ് എക്സാം വരുന്നത്. ഇത് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ട് +2 ആയിരുന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പറയും ഭയങ്കര പാടല്ലേ എന്നൊക്കെ പറയും. നിങ്ങൾ ഈ പാടെന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ടെക്സ്റ്റുകൾ ഒന്ന് തിരിച്ചൊന്ന് വായിച്ചു നോക്കുക. +2 പഠിച്ച ടെക്സ്റ്റ് ഒന്ന് തിരിച്ചൊന്ന് വായിച്ചു നോക്കുക. മറ്റേ ബാഹുബലി സിനിമയിൽ കാലകേയം വന്ന് ക്ലാക്കള ക്ലിക്ക് എന്ന് പറയത്തില്ലേ, അതേപോലെ ഇരിക്കും കറക്റ്റ് കണ്ടാൽ. ഒന്നും മനസ്സിലാവത്തില്ല. സംശയം ഉണ്ടെങ്കിലേ നിങ്ങളുടെ ഫിസിക്സിൻ്റെ NCERT ടെക്സ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കിയാണ്. എന്തെങ്കിലും ഒരു വരി മനസ്സിലാവുന്നുണ്ടോ നോക്കി. ഒന്നും മനസ്സിലാവത്തില്ല. മാത്സ് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. നമ്മളൊന്ന് പഠിച്ചപ്പോൾ കുറേ തീറ്റയും എല്ലാം പഠിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ അല്ലേ സാധനം, വായിച്ചാൽ മനസ്സിലാവും, നമുക്ക് കിട്ടും, ആൻസർ നമുക്ക് കിട്ടും അല്ലേ? അങ്ങനെയല്ലേ ഇത് വരുന്നത്? ആണ്. ഓക്കെ, അപ്പോൾ അന്ന് നമുക്ക് അതൊക്കെ പഠിക്കാൻ പറ്റിയെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി, എക്സാം പാറ്റേൺ മനസ്സിലായി. 100 ക്വസ്റ്റ്യൻസ് ആണ്, ജീവിതം മാറും. ഓക്കെ, അപ്പോൾ അവിടെ 3 മാസം എന്ത് കൊടുക്കുക, എഫേർട്ട് കൊടുക്കുക. ഇത്രയും മാത്രമാണ് എക്സാം പാറ്റേൺ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അടുത്ത് നെക്സ്റ്റ് രണ്ടാമത് മനസ്സിലാക്കുക, എന്താണ് കോമ്പറ്റീഷൻ ലെവൽ. സോ കോമ്പറ്റീഷൻ ലെവൽ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പ്രിപ്പയർ ചെയ്യണം. അതായത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നീ ഒരു ദിവസം പഠിച്ചില്ല എങ്കിൽ, ഞാൻ നീ എന്നാരെയും വിളിക്കത്തില്ല, പോട്ടെ, നിങ്ങൾ ഒരു ദിവസം പഠിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഒപ്പണൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ കൂടെ കുത്തിയിരുന്ന് പഠിച്ച് നിങ്ങളെക്കാളും കൂടുതൽ 100 ക്വസ്റ്റ്യൻസ് പഠിച്ച് മേളിലോട്ട് വരെയാണ് അവൻ ഒരു ദിവസം കൊണ്ട്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചാൽ മതി, 1 മാർക്ക് മാത്രം കയറിയാൽ മതി, നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് പുറകിലോട്ട് അങ്ങ് പോകും. സോ കോമ്പറ്റീഷൻ ഉണ്ട്, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അവസാനം ഒന്ന് ഓടിപ്പോയി പിടിച്ചാലൊന്നും നമുക്ക് എക്സാം എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. സോ കോമ്പറ്റീഷൻ ചുറ്റുമുണ്ട്, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഉറപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. ഞാനാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്, ഞാനാണ് ഏറ്റവും നന്നായിട്ട് ഇതിനു വേണ്ടി സമയം കൊടുക്കുന്നത്, ഞാനാണ് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ അത്ര ക്വസ്റ്റ്യൻ ഒരുത്തനും പ്രാക്ടീസ് ചെയ്യത്തില്ല. കാര്യം ഞാൻ അത്രയും സമയം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പുറകെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ആ റിസൾട്ട് ആർക്ക് തന്നെയാണ്, എനിക്ക് തന്നെയാണ് അല്ലേ. ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നു, ഏറ്റവും നന്നായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നു, ഏറ്റവും നന്നായിട്ട് റിവിഷൻ കൊടുക്കുന്നു. അപ്പോൾ റിസൾട്ട് ആർക്ക് തന്നെയാണ്, എനിക്ക് തന്നെയാണ്. ഒന്നാലോചിച്ച് ദൈവം അവന് കൊടുത്ത എല്ലാ സാധനങ്ങളും ആർക്കും തന്നിട്ടുണ്ട്, നമുക്കും തന്നിട്ടുണ്ട് അല്ലേ. 2 കൈയുണ്ട്, 2 കാലുണ്ട്, എല്ലാം നമുക്കുണ്ട്. അപ്പോൾ അവന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത മൂന്നാമതായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാവണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇങ്ങനെയാണ് ആദ്യത്തെ 50 ദിവസം പോവേണ്ടത്. ആദ്യത്തെ 50 ദിവസം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഫസ്റ്റ് എന്താണ്,
നിങ്ങൾ ആദ്യം ഒരു ടൈമർ നിങ്ങൾ മേടിക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം എന്ത് വേണം? ഒരു ടൈമർ നിങ്ങൾ മേടിക്കണം. ഓക്കെ, ഒരു ടൈമർ. ആ ടൈമറിൽ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്കൂർ നിങ്ങൾ ടൈം സെറ്റ് ചെയ്യണം. അപ്പോൾ ടൈമർ ഞാൻ എന്തുകൊണ്ട് ടൈമർ മേടിക്കണം എന്ന് പറയുന്നത് അറിയാം? മറ്റേത് നമ്മളിങ്ങനെ ഇരിക്കും, വാച്ചിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക, രാവിലെ 7 മണിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഒരു 12 മണി വരെ ഇരിക്കാമെന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? കാപ്പി കഴിക്കാൻ പോകും. അതിനുശേഷം ആരെങ്കിലും നമ്മളെ വിളിക്കും. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരും, നമ്മൾ ബാക്കി കുത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് വാട്സപ്പിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു മെസ്സേജ് വരുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ കുറേ സമയം അവിടെ പോകും. സോ മെൻ്റലി എൻ്റെ മനസ്സിനകത്ത് എന്താണ്? ഞാൻ 5 മണിക്കൂർ പഠിച്ചു, 7 മുതൽ 12 വരെ 5 മണിക്കൂർ പഠിച്ചു. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ പകുതി സമയം പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പ്രൊഡക്റ്റീവ് ആവത്തില്ല. സോ ഒരു ടൈമർ നിങ്ങൾ മേടിക്കുക. ഒരു കോൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ടൈമർ ക്ലോസ് ചെയ്യുക, ടൈമർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ കോൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീഡിങ് മനസ്സിലാക്കാൻ പറ്റും. 3-4 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇനി ആരൊക്കെ വിളിച്ചാലും എന്തൊക്കെ കൊന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഫോൺ എടുക്കത്തില്ല. കാര്യം നമുക്ക് ഈ ടാസ്ക് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ വിചാരിച്ചാൽ മതി. എല്ലാ ദിവസവും 5 മണിക്കൂർ പഠിച്ചില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം തട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? അയ്യോ, ഞാൻ വൈകുന്നേരം ചത്തു, അപ്പോൾ എനിക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ നിങ്ങളൊരു ജയിലിൽ കൊണ്ടിട്ടാണ് സങ്കല്പിച്ചോ, ഞാൻ നിങ്ങളൊരു ജയിലിൽ കൊണ്ടിട്ടാണ് എല്ലാ ദിവസവും 5 മണിക്കൂർ പഠിച്ചില്ലെങ്കിൽ വൈകുന്നേരം നല്ല കവളി മടൽ വെട്ടി എല്ലാവർക്കും ഒരു 5 അടി അങ്ങനെ വെച്ചാൽ നിങ്ങൾ പഠിക്കത്തില്ലേ? ഉറപ്പായിട്ടും പഠിക്കും ആണ്. അപ്പോൾ വൈകുന്നേരം 5 മണിക്കൂർ ടൈമറിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ്? എല്ലാവർക്കും മാക്കനെ ഒരു 4-5 അടി. അപ്പോൾ അതിൽ പേടിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കും. അതേപോലെ അത് ആരുടെ ആവശ്യമാണ്? നിങ്ങളുടെ ആവശ്യമാണ്. എല്ലാ ദിവസവും ടൈമറിൽ 5 മണിക്കൂർ കംപ്ലീറ്റ് ആവണം. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? കോൾസ് അറ്റൻഡ് ചെയ്യത്തില്ല. ആരെന്ത് കല്യാണത്തിനോ അടിയന്തരത്തിനോ പാലിയാച്ചനോ വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ പോകത്തില്ല. നമ്മൾ ടാസ്ക് പോലെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ടൈമർ മസ്റ്റാണ്. രണ്ടാമതായിട്ട് എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാം. എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു ടോപ്പിക്ക് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കും. ഒരു ടോപ്പിക്ക് എന്തോ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മറ്റേ നമുക്ക് സിലബസ് ഇല്ലാത്ത സാധനമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ മാത്സിൻ്റെ ഒരു ടോപ്പിക്ക് മസ്റ്റാണ്. ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ ഒരു ടോപ്പിക്കിന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക്, ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ ഒരു ടോപ്പിക്. കാര്യം 55 മാർക്കാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 55 മാർക്ക് പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇനി മാത്സ് റീസണിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു 3-4 ദിവസം നിങ്ങൾ ഇപ്പോൾ ഒരാഴ്ചയിൽ 3-4 ദിവസം മാത്സ് റീസണിങ് പഠിക്കുന്നു, ബോറടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടോപ്പിക്ക് നൈസായിട്ട് സയൻസിലോട്ട് കൊണ്ട് മാറ്റുക. ഒന്നുകിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക? ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു 10 ദിവസം മാത്രമേ നിങ്ങൾ ഈ മാത്സ് റീസണിങ് സയൻസ് ഇതിലോട്ട് പോകാവൂ. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയോ? അതിനുശേഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? സ്പീഡ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഒരു മാത്സ്, ഒരു റീസണിങ്, പിന്നെ അത് കഴിഞ്ഞ് മാത്സ് അല്ലെങ്കിൽ റീസണിങ്, രണ്ടിലേതെങ്കിലും ഒന്ന്. എല്ലാ ദിവസവും ഒരു മാത്സ് അല്ലെങ്കിൽ റീസണിങ്, പിന്നെ സയൻസിലെ ഒരു ടോപ്പിക്ക്. ഇപ്പോൾ സയൻസിലെ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ച് തീർക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സയൻസിലെ ഒരു ടോപ്പിക്ക്, ഒരു കുഞ്ഞു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എത്ര മാർക്കായി? മാത്സ് റീസണിങ് 55 മാർക്ക്, സയൻസ് വന്നിട്ട് 25 മാർക്ക്, 80 മാർക്കിന് നമ്മൾ എല്ലാ ദിവസവും പുതിയ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പഠിച്ചുകൊണ്ട് നമ്മളിരിക്കുകയാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് അതിന് റിവിഷൻ കൊടുക്കണം. ഒരു ടോപ്പിക്ക് മസ്റ്റായിട്ട് പഠിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 5 ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക? നിങ്ങൾ റിവിഷൻ കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് എത്ര ടോപ്പിക്കുകളുടെ? 5 ടോപ്പിക്കുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ റിവിഷൻ കൊടുക്കുക. 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ മസ്റ്റായിട്ട് കൊടുക്കുക. അതേസമയം ഒരു ദിവസം പഠിക്കാതിരുന്നാൽ പോലും, അല്ലെങ്കിൽ ഞാനൊരു സിമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം 5 മണിക്കൂർ തയ്ക്കാതിരുന്നാൽ വൈകുന്നേരം എന്ത് ചെയ്യും? 2 കിലോമീറ്റർ നടക്കാൻ പോവുക. എന്തായാലും ഗ്രൂപ്പ് ഡിക്ക് ഫിസിക്കലുണ്ട്. അപ്പോൾ വൈകുന്നേരം എന്ത് ചെയ്യുക? 2 കിലോമീറ്റർ നടക്കാൻ പോവുക. നിങ്ങൾക്ക് ഒരു ഇമ്പോസിഷൻ പോലെ അതങ്ങ് ചെയ്യുക. അതിൽ പേടിച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇരുന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ പുതിയ ടോപ്പിക്സ് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ പുതിയ ടോപ്പിക്സ് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രോപ്പറായിട്ട് എന്ത് കൊടുക്കുന്നു? റിവിഷൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു സാധനം പോലും ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ മറക്കത്തില്ല. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം പോലും ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ മറക്കത്തില്ല. അത് കഴിഞ്ഞ മൂന്നാമതായിട്ട് GK. സോ GK മക്കളെ,
നിങ്ങൾ ജി കെ വാരി വലിച്ചിട്ട് പഠിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. 20 മാർക്കാണ് ജി കെ ഉള്ളത്. അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാറ്റിക് ജി കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജി കെയിലെ ബാക്കി ടോപ്പിക്കുകൾ മൈക്രോ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പം നമ്മുടെ ബാച്ചുകൾക്ക് വേണ്ടി നമ്മൾ മൈക്രോ നോട്ട്സ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പേജ് ഇങ്ങനെ കാണും, ഒരു A4-ൻ്റെ ഒരു പേജ്. ഇപ്പോൾ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതിലെ ഒരു 5 ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ്. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ ഇപ്പോൾ പ്രിയാമ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അതിനുശേഷമാണെങ്കിൽ നമ്മളിപ്പോൾ ഡാൻസ് ഫോംസ് ആണെങ്കിൽ അതിൻ്റെ ഒരു 5 പോയിന്റ്സ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ബയോസ്ഫിയർ റിസർവ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾ അങ്ങനെ മൈക്രോ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ പിന്നെ എന്താണ് പ്രോപ്പറായിട്ട് അതിന് റിവിഷൻ കൊടുത്താൽ ഒരു കാരണവശാലും ആ മൈക്രോ ടോപ്പിക്സ് നമ്മുടെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. കാരണം ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് എവിടെ നിന്നാണ്? ജി കെയിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റാറ്റിക് ജി കെ പിന്നെ കറണ്ട് അഫയേഴ്സ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മിനിമം ഒരു 13-14 ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈക്രോ നോട്ട്സിൽ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ജി കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല, പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. കാര്യം എന്താണെന്നറിയാം മക്കളെ, നമ്മൾ എത്ര ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചാലും ഈ കണ്ടന്റ് മാത്രം അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ആ കണ്ടന്റിനെ എന്തിലോട്ട് മാറ്റാൻ പറ്റണം? ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റണം. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയും, ഇപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.5 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും. ചിലപ്പോൾ 2 മണിക്കൂർ നിങ്ങൾക്ക് സമയം എടുത്തെന്ന് വരും. പക്ഷേ ഒരു 10 ദിവസം കഴിയുമ്പോൾ സമയം കുറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലിമിറ്റഡ് സമയത്തിനകത്ത് നിങ്ങൾക്ക് 75 മിനിറ്റിനകത്തോ 90 മിനിറ്റിനകത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് നിർത്താൻ പറ്റും. ഒന്നാലോചിക്കുക, എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. ചിലപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് 5 മാർക്കേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 2 മാർക്കേ കിട്ടത്തുള്ളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ മാർക്ക് കൂടി പോകുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിക്കാൻ പറ്റും. അതിലൊരു ലഹരി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. മക്കളെ, ഏറ്റവും വലിയ ലഹരി എന്താണെന്നറിയോ? നമ്മളൊരു സാധനം ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മൾ എഫേർട്ട് നമ്മൾ കൊടുക്കുന്നു. ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു. ആ എഫേർട്ടിൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ദിവസം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നു. അതിൽ നിങ്ങളൊരു സന്തോഷം ആലോചിച്ച് നോക്കണം. എന്തൊരു വലിയ ലഹരിയാണ് അത്. അതായത് ഇന്നലെ എനിക്ക് പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ചന്നം പിന്നെ എന്ത് ചെയ്യുന്നു? വെട്ടി അങ്ങ് വിടുന്നു, ആൻസർ കിട്ടി അങ്ങ് പോകുന്നു. അത് ആ ഒരു സാധനം, അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു അഡിക്ഷൻ നിങ്ങൾ കണ്ടെത്തുക. നമ്മളെങ്കിൽ പൊളിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസുമായി ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടോ? ഇല്ല. ഒരു എക്സാമിന് വേണ്ട എന്താണ്? ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കണം, അതിന് പ്രോപ്പറായിട്ട് റിവിഷൻ നമ്മൾ കൊടുക്കണം. ടോപ്പിക്ക് പഠിക്കണം, അതിന് റിവിഷൻ കൊടുക്കണം, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റണം. പിന്നെ അത് കഴിഞ്ഞ് മൈക്രോ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സെറ്റാക്കുക. അപ്പോൾ ഇത്രയാണ് ഒരു എക്സാമിന് വേണ്ട ഏറ്റവും നല്ല സാധനം. 50 ദിവസം ഇതേപോലെ പോവുക. ഈ 50 ദിവസം ഇതേപോലെ പോയിട്ട് 51ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർഡർ തിരിച്ചാക്കാം. അതായത് ഇത്രയും ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ലാസ്റ്റ് വെച്ചുവെങ്കിൽ 51ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. രാവിലെ എണീക്കുന്ന എന്താണ്? ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തീർക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ 50 ദിവസം കഴിയുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു. ഈ ടോപ്പിക്കൾക്ക് റിവിഷൻ കൊടുക്കണ്ട. ഇപ്പം നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡില്ല, മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം സങ്കല്പിച്ചോ. LCM HSCF ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് സത്യത്തിൽ വരുന്ന എന്താണ്? ആ ടോപ്പിക്കാണ് നിങ്ങളുടെ മനസ്സിനകത്ത് എന്ത് നടക്കുന്നത്? റിവിഷൻ നടക്കുന്നത്. LCM HSCF ആ ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് റിവൈസ് ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു പ്രിപ്പറേഷൻ്റെ പോലും ആവശ്യമില്ലാതെ നമ്മുടെ മനസ്സിനകത്ത് ഇത്രയും ടോപ്പിക്കൾക്ക് നമുക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും ഏരിയയിൽ നമ്മൾ വീക്ക് ആവുന്നുണ്ടോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വീക്ക് ആവുന്നുണ്ടോ. പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ എഫേർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത് മൈക്രോ നോട്ട്സ് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ GK ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ 100 വാട്ടിൻ്റെ ബൾബ് തലയ്ക്ക് മേളിൽ കത്തി നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിൽക്കാൻ പറ്റും. മൂന്നാമതായിട്ട് കുറേ ടോപ്പിക്കുകൾ നമ്മൾ തീർത്തു, അതിന് പ്രോപ്പറായിട്ട് റിവിഷൻ, അത് മറക്കാതിരിക്കാൻ റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് അറിയാത്ത ടോപ്പിക്കൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മാർക്ക് കിട്ടാൻ സാധ്യത കുറവുള്ള ടോപ്പിക്കുകൾ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അറിയാൻ പറ്റും. ആ ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക? നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ബ്രില്യൻ്റ് ആയിട്ട് ഒരു ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ആക്കി വെച്ചു. അപ്പോൾ എക്സാം നിങ്ങൾ ആലോചിച്ച് നോക്കണം. 90 ദിവസം എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത എക്സ്പീരിയൻസുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, ആ പ്രാക്ടീസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സാം എഴുതാൻ പോകുന്നു. ഏതെങ്കിലും ഒരു പോയിന്റുകൾ നമ്മൾ മിസ്സാക്കിയോ? ഇല്ല. എല്ലാം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നല്ല ഫെവിക്കോലോട്ട് എന്ത് ചെയ്തു? ഒട്ടിച്ചങ്ങ് വെച്ചു. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സാമിനെ നമുക്ക്
പിടിക്കാം. ഓക്കെ, സെറ്റാണ്. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യും, ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക, സൂപ്പർ നോട്ട്സിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതിപ്പോൾ നമ്മളേക്ക് ജോയിൻ ചെയ്യണം ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും പഠിത്തത്തിൽ നിങ്ങൾ മിസ്സാവുന്നു, കോൺടാക്ട് ചെയ്യാം, നമ്മൾ സപ്പോർട്ട് ചെയ്യും നിങ്ങളെ. ഓക്കെ, ഇനി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒരു പുതിയ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എപ്പോഴും പറയുന്ന പോലെയാണ്, നിങ്ങളുടെ സക്സസ്സിനായിട്ട് നിങ്ങളുടെ വിജയമാണ് നമ്മുടെ ലഹരി. നേരത്തെ പറഞ്ഞില്ല, നിങ്ങളുടെ റിസൾട്ടാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞത്, അതേപോലെ നിങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങളുടെ ലഹരി. അത് ഇങ്ങനെ തന്നെ കണ്ടാൽ മതി. ഇത് സൂപ്പർ നോട്ട്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സാറിന് എന്താണ്, നിങ്ങളുടെ റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നിങ്ങളുടെ റിസൾട്ടാണ് നമ്മുടെ എല്ലാം. അപ്പോൾ എഫേർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിനകത്ത് നമ്മൾ കുറേ പിള്ളേരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില ആൾക്കാർക്കാണെങ്കിൽ ഇംഗ്ലീഷ് അവർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ക്ലാസ് നോട്ട്സ് ഒന്നും വായിച്ചാൽ മനസ്സിലാവത്തില്ല, ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫുൾ ക്ലാസ്സസ് നമ്മൾ മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബാച്ചിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, വേറെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, മലയാളം ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മലയാളം നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും വേറെ ക്ലാസ്സുകളാണ്. ഇംഗ്ലീഷും മലയാളം എൻ്റർലി ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മലയാളം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് നോട്ട്സ് കൊടുക്കുന്നുണ്ട്, മലയാളം നോട്ട്സ് കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്, മലയാളം ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ നോട്ട്സ് ആയിട്ട് കൊടുക്കുന്നത്, ഈ ക്ലാസ് കഴിഞ്ഞെടുത്ത മറ്റേ PPT അല്ല നോട്ട് കൊടുക്കുന്നത്, മറിച്ച് ഒരു ക്ലാസ്സിനകത്ത് എന്തൊക്കെയാണോ ഒരു ഫാക്കൽറ്റി പറയുന്നത് ആ പോയിന്റ്സ് മൊത്തം അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ കുട്ടിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഒരു ക്ലാസ് കണ്ട് നോട്ട് ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതി, PDF അങ്ങ് യൂസ് ചെയ്താൽ മതി, അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ടോപ്പിക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ ആഴ്ചയിൽ നിങ്ങൾക്ക് എന്തുണ്ട്, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാമായിട്ട് എപ്പോഴും പറയും പോലെ മനുഷ്യ സാധ്യമായതെല്ലാം ഈ ബാച്ചിനകത്തുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇവിടെ 2 നമ്പർ ഇട്ടിട്ടുണ്ട്, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫുൾ സപ്പോർട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഒരു കുട്ടി നമ്മളിലേക്ക് ജോയിൻ ചെയ്താൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അതിനകത്ത്. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്കൊരു കൺസേൺ ഉണ്ട്, ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് ആരെ വേണം കോൺടാക്ട് ചെയ്യാം. എല്ലാ നമ്പേഴ്സും എപ്പോഴും എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. അതായത് രാവിലെ ഒരു 9 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മുടെ എല്ലാ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, എല്ലാ ബാച്ചിലും എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കും. അതായത് ഒരു കുട്ടി നമ്മളിലേക്ക് വന്നാൽ ആ കുട്ടിയെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ചുമതല ആർക്കാണ്, നമുക്കാണ്, സൂപ്പർ നോട്ട്സിനാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മോട്ടോ. അത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഈവൻ കംപ്ലയിൻസ് ആയിക്കോട്ടെ, ഇതൊരു കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് സൂപ്പർ നോട്ട്സ്. ഏറ്റവും നല്ല കണ്ടന്റ്, ഏറ്റവും നല്ല നോട്ട്സ്. നമ്മുടെയൊക്കെ നോട്ട്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനലിൽ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി നമ്മളിപ്പോൾ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഉറപ്പ് തരാം, ആ ലെവലിൽ മറ്റൊരാൾക്കും ആ ലെവലിൽ നോട്ട്സ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് നമ്മൾ എന്തുകൊണ്ടത് ടെലഗ്രാമിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ വിളിച്ചു, എന്തിനാണ് ഇത്രയും നല്ല നോട്ട്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യാണ്, ഇതാണ് നമ്മുടെ ക്വാളിറ്റി ഇതാണ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നോട്ട്സും ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം, മീൻസ് NCERT ഡീകോഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ടോപ്പിക്കിനെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ റെഫറൻസ് വെച്ചേക്കും, NCERTയുടെ ഇന്ന ക്ലാസ്, ഇന്ന പേജ്, ഇന്ന ചാപ്റ്റർ. അതിനുശേഷം അവിടെ നിന്ന് UPSC ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇത് ഞാൻ ഡിഗ്രി ലെവലിൻ്റെ നോട്ട്സ് ആയിട്ടോ പറയുന്നത്. അതിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, അതിന് താഴെ ഡിഗ്രിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിന് താഴെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓരോ ടോപ്പിക്കിനും 20 ക്വസ്റ്റ്യൻസ്. ആ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. അതിനെല്ലാം കാരണം നമ്മളെ സ്റ്റുഡൻസിൻ്റെ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗ്രൂപ്പ് ഡി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഒന്നാഞ്ഞ് പഠിച്ചാൽ നിങ്ങൾ ഈ വർഷം അവസാനം ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാം, തകർക്കാം നമുക്കൊക്കെ. അപ്പോൾ താങ്ക് യു ആൾ, ബൈ.